നമുക്കിന്നൊരു സദ്യ സ്പെഷ്യൽ ഡിഷ് നോക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് അല്പം മധുരമൊക്കെയുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു കപ്പോളം ഉണ്ട്. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുവിധം നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമ്മുടെ പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് അരച്ച് ചേർക്കുന്നതിന് വേണ്ടി ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുകും അരയ്ക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് വലിയ പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ഇതിലേക്ക് താളിച്ച് ചേർക്കുന്നതിന് വേണ്ടി കടുക്, ചുവന്നുള്ളി, വത്തൽമുളക്, കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ പൈനാപ്പിളിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാനിതിലേക്ക് കൂടുതൽ മധുരത്തിന് വേണ്ടി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ മധുരം കൂടുതൽ വേണമെന്ന് ഉള്ളവർക്ക് ഒരല്പം ശർക്കര ചിരകിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും എണ്ണയും വേണം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഈ പൈനാപ്പിളിന് വേവ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിത് വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം അതിനനുസരിച്ച് വെക്കണം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് വെള്ളത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അതുപോലെ പൈനാപ്പിൾ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കടുകും ചേർത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതിലേക്ക് ഒത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കരുത്. അതുപോലെ ഈ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. നമ്മൾ ഈ അരച്ച അരപ്പിൻ്റെ അത്രയും വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാവുള്ളൂ. അതുപോലെ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. നമ്മളിത് കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരുവിധം നന്നായിട്ട് ചൂടായി. നമ്മുടെ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഒന്ന് ഉടച്ചതിന് ശേഷം വേണം നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇത് മാറ്റാവുന്നതാണ്. തൈര് ഒഴിച്ചതിന് ശേഷം ഇത് കൂടുതൽ നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല. അതുപോലെ എൻ്റെ ഈ പൈനാപ്പിളിന് നല്ല മധുരം ഉണ്ടായിരുന്നുകൊണ്ട് ഈ പച്ചടിക്ക് ഇപ്പോൾ ഓൾറെഡി ഒരുവിധം മധുരം ആവശ്യത്തിനുള്ളതുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം, അതുപോലെ നിങ്ങളുടെ പൈനാപ്പിളിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം ശർക്കര ചിരകിയതുകൂടി ഈ സമയം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഈ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇല്ലെങ്കിൽ ഈ അടുപ്പിൻ്റെ ആ ചൂട് കൊണ്ട് നമ്മുടെ ഈ കറി അങ്ങ് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇതിലേക്ക് കടുക് കൂടി താളിച്ച് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്നും കടുക് താളിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. മിക്കവർക്കും അറിയാമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോ മുതൽ കടുക് താളിക്കുന്നതും കൂടി ഉൾപ്പെടുത്താം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ആവുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.